ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു എൻട്രിഫിൻ അക്കാഡമി. ദിസ് ഇസ് അമൃത നായർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് യെറ്റ് മനസ്സിലാക്കാൻ വളരെയധികം എളുപ്പമായിട്ടുള്ള ടോപ്പിക്കാണ്. ആൻഡ് ദാറ്റ് ഈസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഈ പറയുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് റിയാക്ട് ചെയ്ത് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഏത് ഡയറക്ഷനിലോട്ടാണ് ആ റിയാക്ഷൻ, അത് നമുക്ക് പഠിക്കാം. സോ വിത്തൗട്ട് എനി ഫർദർ അഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ നമുക്ക് സപ്പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സപ്പോർട്ടിനെ മനസ്സിലാക്കാൻ നോക്കിക്കേ. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലേ. സോ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ കാര്യം ചെയ്ത് സക്സസ് ആവാനും നമ്മൾ ഉയർച്ചയിലോട്ട് എത്താനുള്ള ചാൻസസ് എന്ന് പറയുന്നത് ഭയങ്കര അധികം കൂടുതലാണ് അല്ലേ. സെയിം അപ്ലൈസ് ടു മാർക്കറ്റ്. നമ്മുടെ മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ നിന്നും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. സോ അപ്പൊ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ബയ്യേഴ്സ് ആണ്. അപ്പോൾ സപ്പോർട്ട് ഏരിയയിൽ ബയ്യേഴ്സ് നല്ല സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഇൻ ഷോർട്ട്, സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് ബൈ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാം ആഫ്റ്റർ ഡൂയിങ് സർട്ടൻ അതർ അനാലിസിസ് ആസ് വെൽ. ഇപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിന്റെ എക്സാമ്പിൾ ആണ്. അവിടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടാണല്ലേ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് ആയ റെസിസ്റ്റൻസ് നോക്കിയാലോ. റെസിസ്റ്റ് ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, തടയുക എന്ന് പറയുന്നത്. അവിടെ വരെ പോയതൊക്കെ മതി, ഇനി മുന്നോട്ടേക്ക് പോകണ്ട, തിരിച്ചു വിട്ടോ എന്നല്ല റെസിസ്റ്റന്റ് മീനിങ്. അപ്പോ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ സെല്ലേഴ്സ് നല്ല മാസീവ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലെവലാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സെല്ലേഴ്സ് മാർക്കറ്റിൽ ആക്ട് ചെയ്താൽ എന്താ സംഭവിക്കാം? മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് മൂവ് വരും. കാരണം എന്താണ്? പ്രൈസ് അവിടെ ഡിക്രീസ് ആവും. സോ എപ്പോഴാണോ മാർക്കറ്റ് റെസിസ്റ്റൻസിലോട്ട് വരുന്നത് ആ ടൈമിൽ ബാക്കി അനാലിസിസ് കൂടെ ചെയ്തതിന് ശേഷം നമുക്കൊരു സെൽ സൈഡ് ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് റെസിസ്റ്റൻസിനെയാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ആ റെസിസ്റ്റൻസിലോട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഡൗൺ സൈഡിലോട്ട് മൂവ് തന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ടോപ്പിക് ഇതേപോലെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. Till then, happy trading.